എന്താ അർജന്റ് കാര്യം? ഹലോ മായ, പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയുള്ള പ്രോഗ്രാം ഞങ്ങൾ കണ്ടു. കൺഗ്രാറ്റുലേഷൻ, ഇറ്റ് വാസ് എ ബോൾഡ് അറ്റംപ്റ്റ്. താങ്ക് യു. എന്താ ഒരു മൂഡ് ഓഫ്? പറ. മായേ, നീ എന്തിനാ ചേരിയിലേക്ക് പോയത്? എന്നോടൊരു വാക്ക് പോലും പറയാതെ. പെട്ടെന്ന് വന്നൊരു പ്രോഗ്രാം, അത് പറയാൻ പറ്റിയില്ല. പെട്ടെന്ന് വന്നതോ? ആ ചേരി പെട്ടെന്നുണ്ടായതാ? ഒന്ന് പതുക്കെ. നീ എന്തിനാ ചൂടാവുന്നേ? ഒരു പ്രോഗ്രാം കവർ ചെയ്യാൻ പോയതൊന്നും പറയാൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. അതുപോരെ? ഇത് ഇത്ര ആനക്കാരിയാണോ? നിന്നോട് പറഞ്ഞില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. 2 ദിവസം മുമ്പാ MD എന്നെ വിളിച്ച് പറഞ്ഞത് എന്റെ പ്രോഗ്രാം ഒന്നും ശരിയല്ലാന്ന്. അങ്ങനെ പറഞ്ഞപ്പോ എന്തിലേക്ക് എടുത്ത് ചാടാമെന്ന് നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അത് തീരുമാനിക്കാനുള്ള അവകാശമില്ല എനിക്ക്. ഗിരിജേച്ചി പറയുന്നത് ശരിയാണെന്ന് തോന്നും ചിലപ്പോ. നിങ്ങൾ ആണുങ്ങൾ പറയുന്നത് അനുസരിക്കണം ഞങ്ങള്, അല്ലേ? അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരുമിച്ചൊരു തീരുമാനം എടുക്കായിരുന്നു. എന്ത് തീരുമാനം? ഞാൻ അഥവാ ചോദിച്ചാലും പോണ്ടെന്നല്ലേ സജി പറയൂ. അപ്പോ എന്നോട് ഇനി ഒന്നും ചോദിക്കാൻ പോണില്ലെന്ന്? ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. നിശ്ചയിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാൻ ഈ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ സജി ചെയ്യായിരുന്നില്ലേ MD-യും GM-നെ ഇംപ്രസ് ചെയ്യാൻ? ഞാൻ ചെയ്തപ്പോ പരിഭവമായി, പരാതിയായി. ഇപ്പഴാ എനിക്ക് സംശയം വൈറ്റില് പറഞ്ഞ പോലെ ഇത് കുശുമ്പാണോന്ന്. മനഃപൂർവ്വം ഉടക്കുണ്ടാക്കിട്ടാ ഞാൻ പോന്നെ. നന്നായി. ഈ പിണക്കം ഇനി ഇത്തിരി കാലം കൊണ്ട് നടന്ന മായ ജയിക്കും. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ I still love him. പക്ഷേ ഇപ്പൊ എനിക്ക് വേണ്ടത് അവൻ എന്നെ ഇത്തിരി വെറുക്കാണ്. എന്നാലേ അവനോട് മത്സരിച്ച് ജോലി ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടാവും. വെറുക്കാണെ വെറുത്തോട്ടെ, അതിനെന്താ ഇപ്പോ? ജോലിയാ പ്രധാനെന്ന് മായന്നല്ലേ പറഞ്ഞത്? അതെ, ജോലി പ്രധാനാണ്. പക്ഷേ ഒരു പക്ഷേയില്ല. ഒരിത്തിരി അയഞ്ഞു നിന്നാല് അയാള് കാര്യം കണ്ടു പോവും. അയാൾക്കിപ്പോ ജോലി കിട്ടണം എന്നുള്ളത് നിർബന്ധാണല്ലോ. ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസില് അയാളെ ഒന്ന് അവോയ്ഡ് ചെയ്യണ തന്നെയാ ബുദ്ധി. മായ അന്വേഷിച്ചൊരാള് വന്നിരിക്കുന്നു. എന്നെ അന്വേഷിച്ചു? അതെ. കുട്ടിയുടെ TV മീഡിയയിലെ വല്ല ബുജ്ജികളാവും. ഇത്രയും കാലം എവിടെയായിരുന്നു? പപ്പയുടെ വിവരം പറയാൻ എവിടൊക്കെ അന്വേഷിച്ചു ഞങ്ങള്? അറിയില്ല മോളെ, ഒരു യാത്രയിലായിരുന്നു ഞാൻ. നടക്കാത്ത പ്രൊജക്ടുകളുമായി ഒരുപാട് സ്ഥലങ്ങളിൽ. 2 ദിവസം മുമ്പാ ഒരു പഴയ പത്രത്തിൽ നിന്ന് ആരുമില്ലാതായി ഞങ്ങൾക്ക്. പപ്പ പോയതോടെ ആരുമില്ലാതായി. ഇനി ഞാനുണ്ട്. ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. പപ്പയുടെ ഏറ്റവും വലിയ ദുഃഖം റോബിച്ചാനായിരുന്നു. ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പാവം നമ്മുടെ പപ്പ. അറിയാം, എനിക്കറിയാം. ഒരു ഉപകാരവുമില്ലാതെ പോയൊരു മകൻ. പപ്പ മരിച്ചതിന്റെ പിന്നാലെയാ ആനി ചേച്ചി ചേട്ടൻ വീട്ടിൽ കൊണ്ടാക്കിയത്. അവിടുന്ന് അങ്ങോട്ട് കടക്കാരുടെ വരവായി. അവര് വല്ലാതെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ആരാ നമുക്കുള്ളത്? നീ സമാധാനായിട്ടിരിക്കെ. ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും. വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മമ്മി ആനിയും പറഞ്ഞു. എല്ലാറ്റിനും വഴി ഉണ്ടാക്കാം. വീക്കെൻഡില് നീ അങ്ങോട്ട് വാ. കുടുംബനാഥം മരിച്ചാല് ഉള്ള സ്വത്ത് വീതം വെക്കുക എന്നുള്ളത് പണ്ടുള്ള നാട്ടുകിടപ്പാ. അതിന് വീതം വയ്ക്കാൻ എന്താ ഉള്ളത്? ഇയാളുടെ കടോ? ഗോപിയേട്ടന്റെ കടം വീട്ടാൻ ഈ വീട് വിൽക്കേ മാർഗുള്ളൂ. കടം വീട്ടി ബാക്കിയുള്ളത് 5 ആയിട്ട് വീതിക്കണം. 5ഓ? 4 പേരല്ലേ ഉള്ളൂ. മമ്മി, റോബിച്ചായൻ, ആനി ചേച്ചി, ഞാൻ. അതെ, ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. അതിനും വെക്കണ ഒരു ഭാഗം. വലിയ വലിയ സ്ത്രീധനത്തുക വാഗ്ദാനം ചെയ്തിട്ടാ നിങ്ങളുടെ പപ്പ ഇവൾ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അതോ തന്നില്ല, പോട്ടെ. ഇപ്പോഴും അവകാശമില്ലെന്ന് പറഞ്ഞാല്? അവകാശം ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നമ്മുടെ കുടുംബകാര്യം. അതൊന്നും ഇപ്പൊ ഈ ഗോപിയേട്ടന്റെ മുമ്പിൽ പറയണ്ടല്ലോ. ആരുടെ മുമ്പിലും പറയാൻ ഞാൻ തയ്യാറാ. ഇതുവരെ പറയാതിരുന്നോണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഈ വീടിന് എന്ത് വില കിട്ടും ഗോപിയേട്ടാ? വീട് കുറച്ച് വലുതാണെങ്കിലും പഴയതാ. മറിച്ച് വിറ്റാ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നേ ഉള്ളൂ. ഇതും വിറ്റിട്ട് എവിടെ പോകും നമ്മള്? എന്റെ ജോലി സ്ഥലത്ത് ഒരു വീട് നോക്കാം, വാടകയ്ക്ക്. വാടകയ്ക്കോ? ഒരു വാടക വീട്ടിൽ കഴിയാന്ന് വെച്ചാ ഇനി നാണക്കേടാ. ഈ ഗോപിയേട്ടന്റെയും ബാക്കിയുള്ളവരുടെയും കടം വെച്ചോണ്ടിരിക്കാൻ നാണക്കേടൊന്നുമില്ല മമ്മിക്ക്. നിങ്ങളെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കും. അധികം വൈകാതിരുന്നാ മതി. വൈകിക്കില്ല ഗോപിയേട്ടാ. ഈ കടത്തെ പറ്റി പേടിക്കാൻ വേണ്ട. എനിക്കെന്ത് പേടി? ഒറിജിനൽ ആധാരം എന്റെ കയ്യിലിരിക്കല്ലേ.
നിങ്ങളല്ലേ ഫിലിപ്പോസ് ഐസക്? അതെ. നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട്. വാറണ്ടോ? എന്താ മനസ്സിലായില്ലേ? 3 വർഷം സമൻസ് അയച്ചിട്ടും മുങ്ങി നടന്നല്ലേ? എന്താ എന്താ കാര്യം? വാ, 11 മണിക്ക് കോടതി ഹാജരാക്കാനുള്ളതാ. അല്ല, ഞാനിങ്ങനെ പെട്ടെന്ന് വണ്ടിച്ചക്ക് കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തായിരുന്നല്ലോ സാറേ. എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നെങ്കിലേ മജിസ്ട്രേറ്റ് വാറണ്ട് ഒപ്പിടുവോ? വാ സാർ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം കോടതിയിലേക്ക്. ഞങ്ങളുടെ ജോലി നിങ്ങളെ കോടതിയിലേക്ക് ക്ഷണിക്കലല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരാ. മനസ്സിലായോ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാനൊന്ന് പോയി ഹാജരായിട്ട് ഇപ്പൊ വരാം. അതെ, കൊലക്കേസൊന്നും അല്ലല്ലോ, പിന്നെ ജാമ്യക്കാരുണ്ടെങ്കിൽ വേഗം ഇറങ്ങാം. വരാം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലെന്നോ തന്റെ വിചാരം? ഡ്രസ്സുമാരുടെ കല്യാണത്തിന് വരെ പോവാണോ? വേഗം വാ. സജിയും മാപ്പച്ചനും ഒന്ന് അറിയിച്ചേക്ക്. ഹലോ, ഷെറിയോ? എന്താടി? എപ്പോ? ഞാൻ ഉടനെ എത്താം. ഹലോ. ഹലോ, മാത്തച്ചായനില്ലേ? ഇല്ല, മിനിസ്റ്ററോട് എങ്ങോട്ട് പോയതാ? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ. എപ്പോഴാ വരുന്നത്? നാളെ എത്തുമെന്നാ പറഞ്ഞത്. ഇല്ല, നമ്പറൊന്നും തന്നില്ല. വരുമ്പോ എന്തെങ്കിലും പറയണോ? നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാ സജിയുടെ അപ്പച്ചന് ആ ചെക്ക് കൊടുത്തത്. എന്റെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പീതാംബരം വക്കീല്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ജാമ്യത്തിൽ എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ വിഷമിക്കണ്ട സജി. മായ എന്ത് പറഞ്ഞു പറഞ്ഞപ്പോ? പറയാൻ കഴിഞ്ഞില്ല അവളോട്. അവളേതോ പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ കാര്യം അറിയുമ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണ്ടേ? പണ്ടത്തെ പോലെ ഒന്നും അങ്ങോട്ട് പറയാൻ അവസരം തരുന്നില്ല അവള്. അവൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ. എല്ലാവർക്കും ഉള്ളതല്ലേ സജി ചെറിയ ചില പ്രശ്നങ്ങൾ. അതിന്റെയൊക്കെ പേരിൽ നമ്മൾ പലപ്പോഴും ഉടക്കിയിട്ടും പിണങ്ങിയിട്ടും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടാവും നിന്റെ കൂടെ. അറിയാം, അതാ എന്റെ ഒരു സമാധാനം. നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കോ, ഞാൻ വക്കീലിനെയും കൂട്ടിയും എത്താം. അപ്പച്ചാ, നീ വന്നോ? വക്കീലെന്ത് പറഞ്ഞു? കേസ് അങ്ങനെ നീണ്ടുപോകുമെന്ന്. കോടതിക്ക് പുറത്തുള്ള ഒരു സെറ്റിൽമെന്റാ നല്ലതെന്ന്. ഇതുവരെ ആരുടെ മുൻപിലും ഞാൻ തലകുനിക്കേണ്ടി വന്നിട്ടില്ല, കോടതിയിലും കയറേണ്ടി വന്നിട്ടില്ല. കുറെ കാലം പുറം രാജ്യത്ത് പോയി ജോലി ചെയ്ത് മടങ്ങി വന്നപ്പോ സമാധാനമായിട്ട് ജീവിക്കാന്ന് മോഹിച്ചു. നടപ്പില്ല. അപ്പച്ചനറിയാലോ സത്യാവസ്ഥ. അനാവശ്യമായി ഞാനൊന്നും. ആ ടിവിക്കാരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കാശ് കിട്ടുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് പോട്ടെ, ജോലി കിട്ടിക്കഴിഞ്ഞ കുറേശ്ശായിട്ട് നീ വീട്ടിക്കോളാന്ന് എന്നോട് വാക്ക് പറഞ്ഞു. അതും നടന്നില്ല. ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം എന്റെ തലയിലായി. എല്ലാറ്റിനും കണക്ക് പറയേണ്ട ഒരാള് ഞാൻ. വേണുവിനെ തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ കുറച്ച് കാശ് അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ അന്വേഷിച്ച് വന്നാലോ? എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. നീ മാത്തുക്കുട്ടിയോട് ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യേ. തൃപ്തിയായല്ലോ നിനക്കല്ലേ? അപ്പച്ചനെ കോടതി കയറ്റിയപ്പോ തൃപ്തിയായല്ലോ. ഇനി ജയിലിൽ അയക്കോ വയസ്സുകാലത്ത് നീ അങ്ങനെ? എന്ത് ചെയ്യാനാ കണ്ടിരിക്കുന്ന നീ? ജാമ്യത്തിൽ ഇറക്കിയതുകൊണ്ട് കേസ് തീർന്നിട്ടില്ലല്ലോ. എങ്ങനാ കടം വീട്ടാൻ പോകുന്നത്? വീട് തൽക്കാലം ഒന്ന് പണയം വെക്കാം. മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്. എടാ, 8-10 കൊല്ലം ഗൾഫിലെ ചൂടത്തും വെയിലത്തും ജോലി ചെയ്ത കാശ് അപ്പച്ചൻ നിനക്ക് തന്നത്. ഇപ്പൊ കയറി കിടക്കാൻ ആ വീടെങ്കിലും ഉണ്ട്. അതിന്റെ ആധാരം ആ ബ്ലേഡ് വേണുവിന്റെ കിട്ടിയാൽ പിന്നെ അത് തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജോലിയില്ലാതെ തെണ്ടി നടന്നുള്ള കാശൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം. ആ വീടിത്തുള്ള കളി വേണ്ട, സമ്മതിക്കില്ല ഞാൻ അതിന്. പിന്നെ എന്താ മാത്തച്ചായ ഒരു വഴി? അങ്ങനെ ചോദിക്കും. ഇവിടത്തെ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. നീ അപ്പച്ചന്റെ ചെക്ക് തിരികെ വാങ്ങിക്കും. എന്നിട്ട് മാസാമാസം 5-ാം തീയതി നിന്റെ ചെക്ക് കൊടുക്ക്, പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട്. നിന്റെ കാര്യത്തിനല്ലേ കാശ് എടുത്തത്, നീ എന്നെ കൊടുക്ക്. മാത്തച്ചായ, എന്റെ ജോലി പോലും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുമല്ലോ ഉടനെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, മായയെ നിന്റെ കൂടെ ട്രെയിനിങ് ആയിട്ട് എടുത്തിട്ടുണ്ടല്ലേ? അതെ. നീ എന്നോടെന്താ അത് പറയാതിരുന്നത്? പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടില്ലല്ലേ നീ? ഓ, നിങ്ങൾ തമ്മിൽ പ്രേമമാണല്ലോ, ദിവ്യ പ്രേമം. അതുകൊണ്ട് അവക്ക് ജോലി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും.
അങ്ങനെയൊന്നുമില്ല. അതിന്റെ പേരിലെങ്ങാനും നീ ഉഴപ്പിയാല് മാത്രമല്ല, ആ പെണ്ണിന്റെ അപ്പച്ചന്റെ ഫ്രണ്ടാ അവിടുത്തെ MD. ആ പെണ്ണിനോട് ഒരു സോഫ്റ്റ് കോർണർ അയാൾക്കുണ്ടാവും. അതുകൊണ്ട് നീ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇനി എനിക്ക് മിനിസ്റ്റർ കൊണ്ട് പറയിക്കാനൊന്നും വയ്യ. ഞാൻ ഉഴപ്പൊന്നൊന്നും ഇല്ല ഇച്ചായ. അപ്പൊ പിന്നെ ജോലി കൺഫേം. നീ ചെക്ക് കൊടുത്തോ, വേണുവിനെ കണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പിന്നെ അതങ്ങാനും മടങ്ങിയാൽ ജയിലിൽ പോകുന്നത് നീ ആയിരിക്കും, അതോർത്തോ. നമ്മുടെ ഹമീദ് ഗൾഫിലേക്ക് പോവാണെന്ന് അവനിപ്പോ വിളിച്ചിരുന്നു. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് നാളെ പോയാലോ? സോറി സജി, ഈ ആഴ്ച കംപ്ലീറ്റ് ഞാൻ എൻഗേജാ. വൈറ്റിലെ ചേട്ടൻ ഫുൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കാം. താൻ വൈറ്റിലെ ചേട്ടനോട് കാര്യമായിട്ട് പറഞ്ഞ ഒരു ഹാഫ് ഡേ ലീവ് ഒപ്പിക്കാൻ ഈസി ആയിട്ട് കഴിയും. എനിക്ക് അയാളോട് റിക്വസ്റ്റ് ചെയ്യാൻ വയ്യ. സോറി, കിട്ടി. ബൈ ബൈ, ടാറ്റ. ഇതെന്താ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നേ? ദേ കണ്ടില്ലേ, പെമ്പിള്ളേരായ ഇങ്ങനെ വേണം. എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി. കേന്ദ്രമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാനാ പോണേ. സാർ ഇങ്ങനെ വള്ളിയും തൂക്കി മിഴിച്ചു നിന്നോ, ഞാൻ പോവുക. ഐ ആം സോറി സർ. ഇറ്റ്സ് ഓക്കെ മായ. മായയ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഈ വയറ്റിലെ വെയിറ്റ് ചെയ്യും. എന്നാ പോവല്ലേ? എന്താ ചേട്ടാ പതിവില്ലാതെ? ഒരു സീക്രട്ട് കാര്യം പറയാൻ വന്നതാ. ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ ചിലപ്പോ ചീറ്റും. മൊത്തം ചാരന്മാരവിടെ. എന്താ സീക്രട്ട് പറ. വൈറ്റ്ലിയും മായയും കൂടി ചെയ്ത ആ ചേരി പ്രോഗ്രാം കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഐഡിയ ആണ്. അതിനേക്കാൾ സെൻസേഷനായ ഒരു പ്രോഗ്രാം. മായ ഞെട്ടും, വൈറ്റ്ല പൊട്ടും. ആ പ്രോഗ്രാം വന്നതോടെ ഇനി എന്റെ ജോലി ഗോപിയാവുന്ന തോന്നുന്നു. ഇല്ല മോനെ, നിന്റെ ജോലി ഇതോടുകൂടി ഉറപ്പാ. ചേട്ടൻ പ്രോഗ്രാം എന്താണെന്ന് പറ. ഡ്രഗ്സ്. ഡ്രഗ്സോ? അതെ, കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും കുറിച്ചൊരു ഉഗ്രൻ സാധനം. ഇതിനെ പറ്റിയൊക്കെ എത്ര പ്രോഗ്രാംസ് വന്നിട്ടുള്ളതാ? ഞാൻ അത്ര മണ്ടനാണെന്ന് നീ കരുതിയോ? ഇല്ലില്ല. അന്നത്തെ ആ പോലീസ് സ്റ്റേഷൻ പ്രോഗ്രാം നമ്മൾ കവർ ചെയ്തോടെ എനിക്ക് ചേട്ടനെ പറ്റി നല്ല മതിപ്പാ. തമാശകള. ഇതൊരു യൂഷ്വൽ പ്രോഗ്രാം അല്ല. ഈ സിറ്റിയിലെ മയക്കുമരുന്ന് താവളത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമം. അവരറിയാതെ അവരെ പിന്തുടരുക. ഒരു ഹാൻഡിക്യാം ക്യാമറയിലൂടെ എല്ലാം പകർത്തുക. കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. നീ എന്റെ കൂടെ നിൽക്ക്, നമുക്കൊരു കലക്ക് കലക്കാം. ഓക്കേ ഓക്കേ ഓക്കേ. കഞ്ചാവിനെ കുറിച്ചുള്ള ഫീച്ചർ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. സജി, ആ പെട്ടിക്കട കണ്ടോ? കണ്ടു. കഞ്ചാവിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇത്തരം കടകളാണ്. ഇവിടെ സ്വാമി എന്ന പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. നമ്മുടെ അന്വേഷണം ഈ പെട്ടിക്കടയിൽ നിന്നും ആരംഭിക്കാം. വാ. വേണ്ട. അത് കഴിക്കും. വേണ്ട. അപ്പം എത്ര കാശായി? അപ്പൊ അല്ലല്ലോ, പഴല്ലേ തിന്നത്? പഴം തിന്നതിന്റെ കാശ് എത്രയാണെന്നാ ചോദിച്ചേ? 16. ആരുടെ? പഴത്തിന്റെ. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛന്റെ അന്ന്. ചേട്ടാ ലൈൻ മാറിപ്പോവല്ലേ. അവന്റെ അച്ഛനെ പറയാതെ കഞ്ചാവിനെ കുറിച്ച് ചോദിക്ക്. അതിനാദ്യം ഞാൻ ചൊല്ലുന്ന അടുപ്പിക്കട്ടെ. ഈ കട മോന്റെ? അതിനെനിക്ക് മോനില്ലല്ലോ. അതെ, ഇത് വിളഞ്ഞു വിത്തോ? അതെനിക്കിഷ്ടായി. നിന്റെ പേരെന്താ? ബാബു. ബാബുവിന് വീട്ടിലെന്താ വിളിക്ക? അപ്പോ ബാബു ആണോ ഈ കട നോക്കണേ? അല്ല, ഇവിടെ വരുന്നവരും വഴി കൂടെ പോകുന്നവരും ഒക്കെ നോക്കും. മതി ചെക്കനെ അടുപ്പിച്ചത്. ചോദിക്ക്, കഞ്ചാവ് എവിടാന്ന് ചോദിക്ക്. കഞ്ചാവ് അല്ലടാ, സാമി. എന്നാൽ അത് സാമി ഉണ്ടാ? ഉണ്ട്. എങ്ങനെയാ റേറ്റ്? അത് പല റേറ്റാ. ഒന്ന് കാണാൻ പറ്റോ? വണ്ടി ഉണ്ടാ? വണ്ടി ഉണ്ടോന്നാ? വണ്ടി ഇല്ലല്ലോ, വണ്ടി. വണ്ടി ഉണ്ട്. ചേച്ചി, ഈ കടയിൽ നോക്കിക്കോണം, ഞാനിപ്പോ വരാം. ബാബുവേ. എന്താടോ? ഒന്നുമില്ലടോ.
ചെക്ക വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ല. ഇയാളോട് മിണ്ടാനിരിക്കാൻ പറ. എനിക്ക് ഇയാളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ എന്നെ കല്യാണം കഴിക്കാൻ പോവാ? ചേട്ടാ അല്ല, വണ്ടി എടുത്ത് നിർത്താൻ. ഒന്നില്ലെങ്കിൽ ഇയാളെ ഇറക്കി വിട്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോകും. എന്റെ മോനെ നീ ഒന്ന് ക്ഷമിക്ക്. എന്റെ മോനോ? അപ്പൊ എന്റെ എത്ര നേരാ? അത് നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ കുട്ടിപ്പിശാശേ. വണ്ടി വിട്. ആ നിർത്ത് നിർത്ത്. എത്തി. ദാ ആ കാണുന്ന വീടില്ലേ, അവിടെ സ്വാമി ഉണ്ടാ? അതെന്റെ വീടാ. അപ്പൊ സ്വാമി എവിടെ? ഒന്ന് വന്നേ. ആ, അതെ എന്റെ കടയില്ലേ, ഉവ്വ്. അതിന്റെ തൊട്ടടുത്ത സ്വാമിയുള്ളത്. ഡാ. അണ്ണന്മാരെ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാ. ഉണ്ണാൻ വരാൻ വേറൊരു വഴിയും കണ്ടില്ല. സോറി. ഞാനൂലിനെ അടുപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? അവൻ പത്തി എവിടെ അടുത്ത് കൊത്തിയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വണ്ടി തിരിക്കേ. ഒറിജിനൽ സ്വാമി കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം. വണ്ടി കയറ്.